Experience. അമ്മായി ഇത് മൊത്തം തിന്ന് തീർക്കും. അടിപൊളി ടേസ്റ്റ് അടി. എരിവ് കുറെ കഴിച്ച് വയറിനൊന്നും പറ്റി വെക്കുന്നു. ഞാൻ ആലോചിക്കുന്നതേ ഈ തക്കുട് അത്രയ്ക്ക് കുഴപ്പക്കാരനാണോ? അച്ഛനും അമ്മയും വിളിച്ചോണ്ട് സ്കൂളിൽ ചെല്ലണമെന്ന് പറഞ്ഞു. അവൻ അത്ര വലിയ പ്രശ്നക്കാരനൊന്നും അല്ല ചാച്ച, വെറും പാവം കൊച്ചു. അയ്യോ ആര് പറഞ്ഞു? പാവം ഓക്കെ പക്ഷെ ഈ ഇടയായിട്ട് അവൻ അനുസരണേ ഇല്ല. പിന്നെ സ്കൂളിൽ പോകുമ്പോ അവൻ വേറെ മുഖമാണ്. അവന്റെ പ്രായത്തിൽ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിട്ടുള്ളത്? അയ്യോ ഞാൻ എന്ത് കുരുത്തക്കേട് കാണിച്ചു മാമി? എന്തോരം എന്നെയൊക്കെ പിച്ചി പറിച്ചിട്ടുണ്ട് നീ. അയ്യോ എന്നാ അമ്മാതിന് എനിക്ക് തരും, പക്ഷെ ഇപ്പൊ തക്കുടിന് കൊടുക്കൂല. പിന്നെ അവനൊരു പാവം. കൊടുത്താലും ഇല്ലാലും മുത്തിന്റെ കൊച്ചുനാളെ തന്നെ പകുതിയുടെ കുരുത്തക്കേട് തക്കുടിനില്ല. എന്റെ ദൈവമേ. പിന്നെ അത് മാത്രല്ല, അവന്റെ ക്ലാസ് ടീച്ചർ ഇച്ചിരി അഹങ്കാരിയ. ഇപ്പോഴത്തെ വിജിത മിസ്സോ ആണ്. അവർക്ക് പിള്ളേരോടൊന്നും വലിയ സ്നേഹമൊന്നുമില്ല. അവരെ പഴയ മിസ്സല്ലേ? പഴയത് രമ്യ ടീച്ചറല്ലേ, അവര് അത് പാവുമായിരുന്നു. ഇത് വേറൊരെണ്ണം. എന്റെ പൊന്നോ, എന്റെ പോക്ക് കാണണം. നല്ല വടി പോലത്തെ സാരിയൊക്കെ ഇങ്ങനെ ഉടുത്തിട്ട് നല്ല മേക്കപ്പ് ഒക്കെ അടിച്ചൊരു ഗ്ലാസ് ഒക്കെ വെച്ച് കുണുങ്ങി പോകണം. അവരുടെ വിചാരം ഏതാണ്ട് ഫാഷൻ ഷോയ്ക്ക് പോകണം. ലില്ലിക്ക് എങ്ങനെ അറിയാം? ഞാൻ എപ്പോഴും ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോ കാണുന്നല്ലേ അവരെ. അപ്പൊ ഡാൻസ് ക്ലാസ്സിൽ മുദ്ര പഠിപ്പിക്കൽ മാത്രമല്ല, വായിനോട്ടം ഉണ്ട്. അങ്ങനെ പറയരുത്. ഈ ഡാൻസ് പഠിപ്പിക്കുന്നവരും കളിക്കുന്നവരും ഒക്കെ ഇങ്ങനെ ഫുൾ എല്ലാവരെയും വീക്ഷിക്കും. അങ്ങനെ അവർക്ക് അതിനുള്ള കഴിവുണ്ട്. അവരെ കാണാൻ സുന്ദരിയാന്നോടി? സുന്ദരിയാണോ? കുഴപ്പമില്ല. ഇന്ന് അവരുടെ സൗന്ദര്യത്തിന് അളവെടുത്ത് എന്താണ്? അല്ല, അവര് മിസ്സാണോ മിസ്സസ് ആണോ? അവർക്ക് സൗന്ദര്യം ഉണ്ടാ മിസ്സാണ് മിസ്സസ് ആണെന്ന് ഞാൻ അത്ര നോക്കിയിട്ടില്ല. എന്തോന്ന് വെച്ചാ പറ, കാര്യമായിട്ട് പറ. മിസ്സാണോ? കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് കണ്ടെന്ന് തോന്നുന്നു. ശരിയാ. രണ്ടാം ഘട്ടം ശരിയാവത്തില്ല. എന്താ കാര്യം? എന്താ അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അമ്മാവനെ കൊണ്ട് അമ്മായി വീണ്ടും ഒരു കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അമ്മായി. അവരും രണ്ടാം കേട്ട് അമ്മാവനും രണ്ടാം കേട്ട് സെറ്റ്. അയ്യേ അവിടെ അവിടുന്ന് അവളുടെ സംസാരം തമാശ പറഞ്ഞപ്പോഴത്തെ ഒരു കാര്യമായിട്ടുണ്ട്. പിന്നെന്താ? മിസ് കേരള ഗിരിയമ്മ ഇവിടേക്കും അമ്മ വേറെ കല്യാണം പോയി കഴിക്കും. ഇത് അമ്മാവന്റെ മുത്തല്ലേ? മുത്ത് ഞാനല്ലേ? അത് മുത്ത്, ഇത് പവിഴം. ഗിരിജപ്പവിഴം. അയ്യോ അത് ഇച്ചിരി ചളിയായിപ്പോയി, കട്ടച്ചളിയായിപ്പോയി. എന്താ അമ്മായി കാര്യം പറ? എന്താ? അല്ലടി, എന്റെ അനിയനില്ലേ ശരത്ത്, അവന് വേണ്ടി ഒന്ന് ആലോചിക്കാനായിരുന്നു. ശരത് അങ്കിളിനോ? അങ്കിളാ? കുഞ്ഞല്ലേടി അവൻ? ശരിയാ, കുഞ്ഞാ. ഇപ്പൊ ഈ കർക്കിടകത്തിൽ ഇപ്പൊ 42 കഴിയാത്തതേ ഉള്ളു. കുഞ്ഞാ പിടിച്ച് കെട്ടിച്ച ശൈശവത്തിന് കോടതി കയറേണ്ടി വരുമേ. അങ്ങനൊന്നും അല്ല, അവൻ അത്രയ്ക്ക് പ്രായമൊന്നുമില്ല. എന്റെ കല്യാണം നടക്കാതിരുന്ന അവൻ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തെന്നല്ലേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവൻ മുതുക്കായി പോയോ? ശരത്തേട്ടനാണെങ്കിൽ ഈ വിജിത ടീച്ചർ പറ്റില്ല. ശരി, അവന് കുറച്ച് പാവം പിടിച്ചൊരു പെങ്കൊച്ച വേണം. വേണ്ട. അങ്ങനെ നല്ല കിടുക്കാച്ച് പെണ്ണുങ്ങളെ ഞാൻ കൊണ്ടുവരും. 2000 ബ്രോക്കർ വിസ. എന്നിട്ടാണ് എന്റെ 2000 രൂപ. ഇല്ല പോട്ടെ. അല്ല, ഞാൻ നിങ്ങൾ ഇത്രമാത്രം ദേഷ്യപ്പെടുമ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു എന്നപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്. അവൻ അങ്ങനെ വലിയതായിട്ടൊന്നും ചെയ്തില്ല. അവൻ്റെ കയ്യിരുന്ന പെൻസിൽ അടുത്തിരുന്ന ചെക്കൻ്റെ കാലിലെങ്ങാണ്ട കയറി കൊണ്ട് അതിനവർ കുത്തിന്ന് സ്കൂളുകാർ പറഞ്ഞ ഇതിപ്പോ കുട്ടികളാകുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും കൊള്ളും പിടിക്കുകയൊക്കെ ചെയ്യില്ലേ? ഇതിനപ്പോ നിങ്ങൾ രണ്ടാളോടും ടീച്ചർ വരാൻ പറഞ്ഞ് അമ്മ വെറുതെ അവനെ വളമിച്ചു കൊടുക്കല്ലോ കേട്ടോ. അതിപ്പോ ഞാൻ എന്താ പറഞ്ഞ്? എടി, സ്കൂളിൽ പഠിക്കുമ്പോ കുട്ടികൾ അങ്ങനെ തന്നെയല്ലേ? ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് ചൊട്ടയും പുള്ളും പറഞ്ഞൊരു സാധനം ഉണ്ട്. ഒരു വടി ഇങ്ങനെ 2 പുറം കൂർപ്പിച്ചിട്ട് വലിയൊരു വടി കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് ഡബിൾ ട്രിപ്പിൾ ഇങ്ങനെ എടുത്തോ ഒറ്റ അടി തന്നെ അടിച്ചാൽ ഒരുത്തന്റെ കണ്ണിലാണ്ട് കൊണ്ടു. അതിന് മരുന്നൊന്നും ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ. അമ്മ പണ്ട് ഞാൻ ഗോലി കളിച്ചിട്ട് മുട്ട അടിച്ചിട്ട് ആ ഒരു ചെക്കൻ്റെ മുട്ട് പൊട്ടിയിട്ട്. ഒന്ന് മിണ്ടാതിരിക്കാവോ? സമാധാനം തരുമോ നിങ്ങള്? പിന്നല്ലാതെ ഇവൻ എന്തിന്റെ കുറവുണ്ടായിട്ടാ നീ അവിടെ പോയിട്ട് പിള്ളേരെ ഉപദ്രവിച്ചതിനാടാ നീ? ഉപദ്രവിച്ചില്ലല്ലോ. പിന്നെ ആമ്പിള്ളേരാകുമ്പോ അങ്ങനെയൊക്കെ തന്നെ. ആണും പെണ്ണും രണ്ടുപേരും ഒരുപോലൊക്കെ തന്നെ. ഇപ്പൊ നിന്നോട് ഇപ്പൊ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാ? കണ്ട, ഇവിടെ പെൺപിള്ളേർ ചന്ദ്രനിൽ പോണു, എന്നാൽ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല പെൺപിള്ളേർക്ക്. നീ ഒരു വണ്ടി പിടിച്ച് ചന്ദ്രനിലോട്ട് നീ പോണതിന്റെ ആണ് മുട്ടയും മേടിച്ചോണ്ട് വന്നേക്കുന്നത്. ഇത്രയും നാൾ ഇവ നല്ലോണം പഠിക്കായിരുന്നു. ഇപ്പൊ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ കണ്ടിട്ടില്ല, ഇപ്പോഴല്ലേ പോയത്. ചിലപ്പോ മുട്ടയ്ക്ക് വില കൂടി ഉണ്ടായിരിക്കും. എന്റെ പൈസ ഇല്ലാത്തോണ്ട് മുട്ട വാങ്ങിച്ചോണ്ട് എന്ത് പറഞ്ഞാലും ഒരു കുലുക്കോ ഇല്ല ക്ലീറ്റോന്. ഇതിപ്പോ കുലുങ്ങാൻ വേണ്ടിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു? സ്കൂളുകാർക്ക് ഞാൻ കാര്യമായിട്ട് കൊടുത്തില്ലേ? പിന്നെ ഈ വക നിസാര കാര്യത്തിനൊക്കെ രക്ഷിതാക്കൾ വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് കൊടുക്കണം. ഏത് ലോകത്തെ ജീവിക്കുന്നത് നിങ്ങള്? ഓരോ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേനാ ടീച്ചർമാർ എന്തൊക്കെയാണ് പറഞ്ഞനുസരിക്കൂല. അവൻ ഒരു കാര്യം ടീച്ചർമാർ പറഞ്ഞാൽ കേൾക്കൂല. കൊണ്ടുപോകണ ഭക്ഷണം മുഴുവൻ കഴിക്കൂല. എന്തെങ്കിലും നല്ലത് പറയാനുണ്ടോ? അങ്ങനെ നിങ്ങൾ ഇന്ന് തർക്കിക്കണേ അവരോട്. 10-ന് 10 വാങ്ങിച്ച സമയമുണ്ടല്ലോ, അപ്പോഴും കുട്ടിന്നൊക്കെ എഴുതിയിരുന്നല്ലോ. LKG പഠിക്കുമ്പോഴാണ്. അത് എപ്പോഴല്ലേ ആവട്ടെ, അത് അതിൽ കാര്യം. നിനക്ക് എന്നാടോ കുഴപ്പം? നിനക്ക് എന്ത് കുറവാണ് ഇവിടെ വരുത്തിയേക്കണത് തക്കടു?
ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആ കനകൻ എന്താന്ന് വെച്ചാൽ ചെയ്യേണ്ടതാണ്. കണ്ണു മുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മതി എന്ത് മതിന്ന് കുട്ടാ എന്താ പറ്റി? മാർക്കൊക്കെ കുറച്ചാ മേടിക്കണം, മുട്ട മേടിക്കണം എന്നൊക്കെ പറയുന്നു. വെറുതെ വികൃതി അടിക്കുന്ന സ്കൂളിലെ നല്ല കുട്ടീന്ന് പേരെടുത്തൂടെ? അനക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടല്ലേ? അയ്യോ എന്നാ കുറച്ചും കൂടി പുന്നാരിപ്പിക്ക. അപ്പൊ നല്ലതും പറയാൻ പാടില്ലേ? ഇത് തന്നെ ഇവിടുത്തെ കുഴപ്പം. ചുമ്മാ പിള്ളേർ ഈ കുട്ടി അവിടെ പോയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ കൊച്ചിനെ എല്ലാം കൂടി വഷളാക്കുന്നു. നിങ്ങൾ ആരും ഒന്നും ചെയ്യേണ്ട അതിനകത്ത്. ദൈവത്തെ ഓർത്ത് വായ അടച്ചൊന്നും മിണ്ടായിരിക്കാമോ? എനിക്ക് അറിയാൻ ചെയ്യേണ്ടത്. മാർക്കേ അമ്മ മാർക്കേ. ഞങ്ങളുടെ സ്കൂളിലേക്കാ വീണ്ടും? ആ ഞാൻ സ്കൂളിൽ പോവാ. പ്രാന്താണ്. അവൾ ഈ കുടുംബശ്രീയിലെ മറ്റേ ആളുകളെയൊക്കെ നിയന്ത്രിച്ച് അതുപോലെയാണ് ഇപ്പൊ പിള്ളേരെടുത്തു. ചേച്ചി ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അവൻ ചേച്ചി പറഞ്ഞത്രയും പ്രശ്നക്കാരനൊന്നും അല്ല. പിന്നെ ഈ വിജിത ടീച്ചർ ആണ് നല്ലതെന്ന് പറഞ്ഞാണോ? ഞാനിപ്പോ ആരോടെ ഇത് വന്ന് പറയാൻ വന്ന? അവിടെ അതേ കൊച്ചിന്റെ മുമ്പിൽ വെച്ച് പറയാണ് അവൻ ഒരു കുഴപ്പമില്ല, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലീറ്റോയി അമ്മാവനും. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ അതിലപ്പുറം ഞാനൊരു കാര്യം പറയട്ടെ, ഈ രണ്ട് പിള്ളേരെയും കൂടെ നിർത്തിയിട്ട് ചോദിക്കണം എന്താ സംഭവിച്ചതെന്ന്. അല്ലാതെ ഒരാളുടെ ഭാഗം മാത്രമല്ലേ. പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ, അവൻ ചെറുതല്ലേടി. വെറുതെ എന്റെ കനക അങ്ങനെ പറയില്ലേടാ. ചെറിയ പ്രായത്തില് നമ്മളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ. എന്റെ ക്ലാസ്സിൽ പണ്ട് പഠിച്ചൊരു സ്റ്റാലിൻ പൈസ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്തെ ഞങ്ങളിങ്ങനെ ക്ലാസ്സിനെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് അവൻ ബാക്കിൽ എടുത്തിട്ട് ഞങ്ങളുടെ കൈയുടെ മുട്ടിന് സംഭവമില്ലേ ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കുവാൻ അവനൊരു സന്തോഷം. അതുവരെ കുഴപ്പമില്ല. പക്ഷെ കുറെ കഴിയുമ്പോൾ ഇങ്ങനെ മൂത്ത് വരുമ്പോ ഇവൻ കോമ്പസ് എടുത്ത് കുത്തുകളെ. ഞാനറിയാത്ത സ്റ്റാലിൻ പൈസ നമ്മുടെ പുതുക്കരിയിലുള്ളത് കടകം പാലം കുഴപ്പം. അതൊക്കെ ആ സമയത്ത് തോന്നുന്നില്ല. അവൻ നല്ല മിടുക്കനായിട്ടിരിപ്പുണ്ട്. പക്ഷെ ഉണ്ടല്ലോ കനക, ഞാൻ എന്താ വിചാരിക്കണെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിനെ കണ്ടവര് ചീത്ത പറയാലും അവൻ മോശമാണെന്ന് പറയാനും ചെയ്താൽ നമുക്കത് വിഷമമല്ലേ. ശരി, അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. മാത്രമല്ല അന്നത്തെ കാലമല്ല, അന്നത്തെ കാലത്ത് നമുക്ക് ടീച്ചേഴ്സിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും പറയാനും പറ്റില്ലല്ലോ ടീച്ചേഴ്സിന്. ടീച്ചർ പറഞ്ഞാലും കുറ്റം, ടീച്ചർ പറഞ്ഞാലും കുറ്റമാണ്. ഞാൻ പറഞ്ഞ ഏട്ടനൊന്ന് സംസാരിച്ചാൽ ശരിയോ? ഏട്ടൻ അവനൊന്ന് വിളിച്ചിട്ട് സ്നേഹത്തോടെ സംസാരിക്കും. ഏട്ടൻ പറഞ്ഞ അവൻ കേൾക്കും. അത് തന്നെ. നീ മക്കളെ പൊന്നേ എന്ന് വിളിച്ചല്ല പറയേണ്ടത്. അവന് നല്ല വഴക്ക് പറയണം. അതാ ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. കുറെയൊക്കെ പറയും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ എല്ലാം തുറന്നു പറയൂല. അതിനെന്തറിയാമോ, പരിചയമില്ലാത്ത എന്നാൽ അവനോട് നല്ല സ്നേഹം കാണിക്കുന്ന ആരെങ്കിലും ഒരാൾ ചോദിക്കണം. അത് കുട്ടികളെ പഠിപ്പിച്ച് ശീലമുള്ള ഒരാൾ. അങ്ങനെ ഒരാളെ ഇപ്പൊ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? നീ ഒന്ന് പറ കനക. എന്നാ പിന്നെ അന്ന് ഇവിടെ മറ്റേ പ്രിയ ടീച്ചറില്ലേ? ഏത് പ്രിയ? അവർ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോ ഞാൻ തന്നെ കുറച്ച് ട്യൂഷൻ ചേച്ചി ഏട്ടന്റെ കൂടെ മറ്റേ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചോ? പാലക്കോളെ പഠിപ്പിച്ചു. ഓ അന്ന് മറ്റേ ഏതാണ്ട് സാധനമൊക്കെ വിൽക്കാൻ വന്ന ആ ടീച്ചറാ. നല്ല പിടിക്കുക. അവള് ഈ കുട്ടികളുടെ സംസാരിക്കുന്ന സമയത്തുണ്ടല്ലോ, എല്ലാവർക്കും വലിയ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ 40 പേരുടെയും പേര് അവൾക്ക് അറിയാം. അവരുടെ കാര്യങ്ങളറിയാം, വീട്ടുകാര്യങ്ങളറിയാം, എല്ലാം ചോദിക്കും. വന്നുടനെ എല്ലാവരും പേര് വിളിച്ച് ചോദിക്കും. അനിയത്തിയുടെ കാര്യം ചോദിക്കും, അച്ഛൻ്റെ ജോലിയുടെ കാര്യം ചോദിക്കും. അങ്ങനെ എല്ലാവരെയും പറ്റിയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. നമ്മള് ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? എൻ്റെ ഒരു ആവശ്യം പറയാം. സഹായിച്ചതല്ലേ? അത് മാത്രമല്ലേടി, അവർക്ക് വലിയ താല്പര്യമായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചർ എൻ്റെ പെങ്ങളെ മോർണിംഗ് സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചവരെത്തും. അവരൊന്ന് വിളിച്ചേ. അല്ല ഈ പറഞ്ഞ ട്യൂഷൻ സമയം ഒത്തു വരട്ടെ, എപ്പോ തന്നെ വിളിക്കേ. അതാ നല്ലത്. എടി ആ പ്രിയ ടീച്ചർക്ക് നല്ല പൊക്കമുണ്ടെന്ന് നിന്റെ അമ്മാവൻ പറഞ്ഞു. എന്റെ അത്രയും പൊക്കമുണ്ടോ? അമ്മയുടെ അത്രയും പൊക്കമില്ല, പക്ഷെ അത്യാവശ്യം നല്ല പൊക്കമുണ്ട് അല്ലേടി മുത്തേ? ആ മാമിയുടെ അത്രയൊക്കെ ഉള്ളൂ. എന്റെ അത്രയുണ്ടോ? ആ മാമിയുടെ അത്രേ ഉള്ളൂ. അല്ല എനിക്കത്ര ഇല്ലെന്ന്. അല്ല മാമിയുടെ അത്ര ഉണ്ട്. മാമി എത്രയുണ്ട്? പിന്നെ അവള് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അവൾക്ക് അത് നോക്കാനാണ് ഏറ്റവും ഇത്. അല്ലാതെ കുടുംബത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അവൾക്ക് അത് നോക്കാൻ കഴിയൂല. അതൊട്ട് അന്വേഷിക്കാൻ വേണ്ട. എന്ത്? നിന്റെ അനിയന്റെ കാര്യം പറഞ്ഞത്. പിന്നെ അത് ഭയങ്കര വലിയ കാര്യം. ആ അതിനൊന്നും നിനക്ക് പറ്റൂല. ആൾക്കാരുടെ പൊക്കവും വണ്ണമൊക്കെ അളന്ന് തൂക്കി നടന്നോ? ഈ അമ്മ എന്തോ മാമി പറഞ്ഞ അവൻ പഠിക്കാതെ മുട്ട മേടിച്ചോണ്ട് വന്നതിന് ഇത് ഇത്ര വലിയ നോക്കാൻ എന്തുവാ എല്ലാരും? നീയല്ലേ പഠിപ്പിക്കേണ്ടത്? അവൻ പഠിക്കാതെ എനിക്ക് എന്തിനാ ചെയ്യാൻ പറ്റും? അവൻ പഠിപ്പിക്കാനല്ലേ പറ്റൂ. നീ ഇരുന്ന് തർക്കിച്ചോ? ഒരു തള്ളയുടെ പിള്ളേര് നല്ലതാന്ന് പറയുമ്പോ തള്ളമാർക്ക് എന്തൊരു സന്തോഷാണ്. ആ പിള്ളേര് മോശം എന്ന് പറഞ്ഞ കേൾക്കുമ്പോഴുള്ള മാനസികാവസ്ഥ ഉണ്ടല്ലോ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല. തന്റെ തള്ള എന്തോരം കഷ്ടപ്പെട്ടാന്നറിയാമോ വളർത്തുന്നത്? അറിയാമോ? എല്ലാ അച്ഛനും അമ്മയും അങ്ങനെയല്ല. ഇനി കണക്ക് പറയണ എന്തിനാണ്? ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയണത് ഓരോന്നും നിനക്ക് കണക്കായിട്ട് തോന്നും. നീ വലുതായി കഴിയും, ഒരു കൊച്ചു ഉണ്ടായി കഴിയുമ്പോൾ അത് ഇതേപോലെ പറയുമ്പോഴത്തേക്കും നിനക്ക് അന്നേരം മനസ്സിലാവും. ശരി ആയിക്കോട്ടെ. എന്താടി
തർക്കുത്തരം പറയില്ലേടി, തർക്കുത്തരം പറയില്ലേടി. പറയാനും മറുപടി അല്ല, അവള് തർക്കുത്തരം പറഞ്ഞ കേട്ടോ. പിന്നെ മോനെ പോയി വഴക്ക് പറഞ്ഞാൽ അതിന് മോളെ പറ്റിട്ടല്ലേ കേറേണ്ടത്? എന്റെ ചെറുക്കനെ എന്ത് മറുപടി? മാമി അവനല്ലേ മുട്ട എന്റെ പൊന്ന് ഒരു അടിപൊളി സുന്ദരിയാടി, എന്റെ ചെറുക്കന് ചേരും. എന്റെ പൊന്നെ അവര് വന്നതല്ലേ ഉള്ളു, കുറച്ച് സമയം കൊടുക്ക്. കനക സാറവിടെ ഏട്ടൻ ഞാനേ കനകന്റെ അമ്മയ്യ. ഏട്ടൻ സ്റ്റേഷനിൽ പോയിരിക്കുക, വരും. ഓ, അവൻ പറഞ്ഞല്ലോ അല്ലേ കാര്യങ്ങളെല്ലാം. ചേച്ചി ടെൻഷൻ അടിക്കണ്ട, എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ, നമുക്ക് ശരിയാക്കാന്നേ. അവനെവിടെ? അവനുണ്ട്. വാ കേറ്. തക്കുടു തക്കുടുവിന് ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാൻ അറിയാം, ഹിന്ദി വായിക്കാൻ അറിയാം, മലയാളം നന്നായി വായിക്കാൻ അറിയാം അല്ലേ? പിന്നെ പിന്നെ ആ. മാത്സേ ആ. എനിക്ക് അറിഞ്ഞൂടാ ടീച്ചറെ. അത് സാരില്ല. ആൻറ്റി ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസിന് തക്കുടു ആൻസർ പറഞ്ഞില്ലേ? പക്ഷേ തക്കുടു എക്സാമിന് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ട് പോലും എന്താ ആൻസർ ചെയ്യാത്തെ? അത് മനഃപൂർവ്വല്ലേ? ടീച്ചറോട് എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടാ. പറഞ്ഞാ മതിയായിരുന്നു. പേടിക്കണ്ട, ആൻറ്റി ആരോടും പറയില്ല. അളി എത്ര കാലം പെണ്ണ് കെട്ടാഞ്ഞ് നന്നായിട്ടാ. അതെന്താ ഏട്ടാ? അല്ല, ഇതുപോലെ കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണ് കെട്ടാനായിരിക്കും അവന്റെ യോഗം. ശരിയാ, അവനോട് വരാൻ പറയട്ടെ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വരാൻ പറയും. അല്ല, ഗൾഫിൽ നിന്നൊക്കെ ഇവിടെ വരെ എത്തണ്ടേ, അതുകൊണ്ട് പറഞ്ഞു. അവനോട് റെഡി ആയിരിക്കാൻ പറഞ്ഞു. ഇപ്പൊ വേണമെങ്കിൽ വരാൻ റെഡി ആയിരിക്കും. ഒന്നും മിണ്ടായിരുന്നു. അത് ആ ടീച്ചറിന് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ള അറിയണ്ടേ. നിങ്ങൾ അനിയന് മാത്രം ഇഷ്ടമായാൽ മതിയോ? ആ, അവക്ക് ഇഷ്ടാവും അവനെ. അതെങ്ങനെ അറിയാം? അവൻ എന്നെ പോലെ സുന്ദരനല്ലേ. മിണ്ടായിരിക്കും, ഞാൻ ഒന്ന് നോക്കട്ടെ എന്താന്നുള്ളത്. വാ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആൻറ്റിക്ക്. നിന്റെ ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? എന്റെ ക്ലാസ്സിൽ ഏതോ കൃഷ്ണൻ. യദു കൃഷ്ണ. നന്നായി പഠിക്കോ? എനിക്ക് ആ പെണ്ണിന്റെ മുടിയാ ഇഷ്ടായ. നല്ല മുടിയില്ലേ ചേട്ടോ? മുടി മാത്രം. നല്ല സുന്ദരി. എന്തായി എന്ത് പറഞ്ഞു? ആ, ഞാൻ അവനോട് സംസാരിച്ചിരുന്നു. ആണോ? ഇതിപ്പേ ഞാനൊന്നും പഠിക്കില്ലായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ, അതുപോലെ എങ്ങാനും ആണ് ഇവൻ. ഒരു ടെൻഷനും വേണ്ട, അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാ. ഇവൻ വീട്ടിൽ നിന്നിട്ട് വായന അങ്ങനെ എന്തെങ്കിലും? വീട്ടിൽ വന്ന് അങ്ങനെ ബുക്ക് എടുത്ത് വായിക്കണ പരിപാടിയൊന്നുമില്ല. പക്ഷേ അവന് എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും നല്ല വിവരമുള്ള കുട്ടിയാണ്. അവനെ എന്ത് ചോദിച്ചാലും അതിനൊരു ആൻസർ ഉണ്ട്. ശരി. അത് എന്നെ സംബന്ധിച്ച് ഞാൻ അവന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. ചിലപ്പോ ചില കുട്ടികൾ അധികം വായിക്കേണ്ടി വരില്ലായിരിക്കും. അവർക്ക് നമുക്കറിയാലോ, ചിലർ പെട്ടെന്ന് മനസ്സിലാക്കും, ചിലർ പെട്ടെന്ന് മനസ്സിലാക്കൂല. അതെ. ആ ശരി, മിടുക്കനാണല്ലേ? ആ, അവന്റെ പ്രായത്തിൽ അവന് വേണ്ട അറിവുകൾ അവനുണ്ട്. പക്ഷെ ഇവിടെ അവന്റെ മുമ്പിൽ അവന്റെ ഹീറോ എന്ന് പറയുന്നത് അവന്റെ അച്ഛനാണ്. അവനൊരു രാഷ്ട്രീയക്കാരനാവണം എന്നുള്ളൊരു മോഹമായിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്. ആണോ? എന്റെ അടുത്ത് പറയാൻ പോലീസ് ആവണമെന്ന് പറയുമല്ലോ. അവനോട് ഞാൻ ചോദിച്ചപ്പോ അവന്റെ വായിന്ന് വന്നതാ, അവന്റെ അച്ഛനാണ് അവന്റെ ഹീറോ. പക്ഷെ നിങ്ങള് അവന്റെ മുമ്പിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവന് ചെറുതായിട്ട് അതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ തല്ലുകൂടാണെങ്കിലും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അവന്റെ മുമ്പിൽ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം അത് കൈകാര്യം ചെയ്യണമെങ്കിൽ. അങ്ങനെ പറഞ്ഞു അവൻ പറഞ്ഞതല്ല, പക്ഷെ അവന്റെ മനസ്സിൽ അവന് ഇപ്പോൾ പഠിക്കുന്നതോട് കൂടുതൽ താല്പര്യം കാണിക്കാത്ത പോലെ തോന്നുന്നത് വെച്ചാൽ അവന് ഒരു ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ ഒന്നുള്ള താല്പര്യം അവന്റെ അച്ഛനെ കണ്ടിട്ടാണ് അവൻ ആ ഒരു റോൾ മോഡൽ, അച്ഛനെ പോലെ ഒരു രാഷ്ട്രീയക്കാരനാവണം എന്നുള്ളൊരു താല്പര്യമാണ് അവൻ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് അവരുടെ മുമ്പിൽ വെച്ച് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ശ്രദ്ധ അവനെ ഇപ്പോൾ നിങ്ങളിപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് ഇപ്പോൾ തല്ലുപിടിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും അത് അവനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാ ടീച്ചറെ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് രണ്ടും കൂടി തല്ലുപിടിക്കും. നിങ്ങൾ വഴക്കൂടായിരിക്കണം. അല്ല, ആര് തല്ലുപിടിക്കാതിരിക്കണോന്ന്? നിങ്ങൾ രണ്ടുപേരും. ഇതാണ് ഇപ്പൊ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഈ ക്ലീറ്റ് നാഴികക്ക് 40 വട്ടം പറയും, പോലീസായ എന്താടാ കാര്യം, പഠിച്ചിട്ട് എന്താടാ കാര്യം, നീ എന്നെ തന്നെയാണ് ആ കുട്ടിയുടെ മനസ്സിൽ. അതിനനുസരിച്ച് തിരിച്ചു പറയും. ഞാൻ രാഷ്ട്രീയക്കാരൻ ഇവനെ കളിയാക്കുന്നതാണ്, അല്ല രാഷ്ട്രീയക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നിട്ടല്ല. അവരെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരാ. ടീച്ചറെ, നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നേരം പോക്കിന് പറയണതാണ്, അല്ലാതെ മനസ്സിലൊന്നും വെച്ചോണ്ട് പറയണല്ല. നിങ്ങളിപ്പോ ഇതിനെ കുറിച്ച് ആലോചിച്ചൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവന്റെ ഈ പ്രായത്തിലുള്ള വികൃതി അത് എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്. അത് നമുക്ക് മാറ്റിയെടുക്കാന്നേ.
അത് പറഞ്ഞ മനസ്സിലാവും. ടീച്ചറെ ഈ പറഞ്ഞും വിചാരിക്കണ്ട, ഞാൻ ഈ തിരക്കാണെന്ന് എനിക്കറിയാം. സമയം കിട്ടിയാൽ ഇവന് ഈ തറയും പറയും പനയൊക്കെ ഒന്ന് ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാം മൊത്തത്തിലെല്ലാം ഒന്ന് അവനെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. അതിനെന്താ ഒരു ടെൻഷനും വേണ്ട. സമയം കിട്ടുമ്പോൾ അവനെ വിട്ടോളൂ. ഞാൻ അവന് വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ടീച്ചർമാരെ പോലെ അല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റെപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ട്യൂഷൻ അങ്ങ് മതിയാക്കാം. വെറുതെ പൈസ കൊടുക്കണ്ടല്ലോ. ടീച്ചറാകുമ്പോൾ ടീച്ചറിന് സമയമുള്ളപ്പോൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുമല്ലോ. ഹലോ, അത് നടക്കൂല. ഞങ്ങള് കുറെ കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അയ്യോ, അതൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല. സാറിന്റെ കെയർ ഓഫിലല്ലോ. ഒരു പൊതുപ്രവർത്തകൻ സേവനമാണ് ചെയ്യണത്. അപ്പൊ അതുപോലെ ആ സേവകന് ടീച്ചർ വേറൊരു സേവനം. ഞാൻ ഫ്രീ ആയിട്ട് അമ്മയിൽ എപ്പോ വേണമെങ്കിലും മോനോട് വിട്ടോളൂ. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ റെഡിയാണ്. എടുക്കാം. കുട്ടിയെ ടീച്ചറാ. ആ ടീച്ചർ കുട്ടി. എന്തായാലും ടീച്ചർ വന്ന് നന്നായി. തക്കുടുവിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഒഴിവുള്ളപ്പോൾ ടീച്ചർ പറഞ്ഞാൽ മതി. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ കുട്ടീനെ കുറച്ച് നേരം ടീച്ചർ എടുത്ത് കൊടുന്നാക്കാം. ഞായറാഴ്ച അങ്ങോട്ട് കൊണ്ടില്ല. ഇത് അങ്ങോട്ട് കുട്ടീനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വരാതിരിക്കരുത്. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം. അല്ല ടീച്ചറെ, എന്താ ടീച്ചർ കല്യാണം കഴിക്കാത്തത്? അതങ്ങനെയാണ്. കല്യാണം നടന്നില്ല. സ്വന്തമായിട്ട് വീടില്ല, വാടക വീട്. പിന്നെ കൊറോണ വന്നപ്പോൾ കഷ്ടപ്പാട് കൂടി. കുറേ ജോലികൾക്ക് പോയി, ഒന്നും ശരിയായില്ല. അങ്ങനെ ഞാനും അമ്മയും അങ്ങനെ പോയി. ആ ഒഴുക്കിലങ്ങോട്ട് പോയി. അല്ല, അങ്ങനെ ആരും ഇല്ലാന്നൊന്നും വിചാരിക്കണ്ട. കുടുംബക്കാരായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതില്ലേ കനക? അല്ല, ഇപ്പോൾ കുറച്ച് പ്രാരാബ്ദങ്ങളൊക്കെ കുറഞ്ഞു. കനക സാറിനെ അന്ന് കണ്ടതിന് ശേഷം കുട്ടികളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അമ്മയുടെ അടുത്ത് തന്നെ ഇപ്പോൾ ജോലി ചെയ്യാമല്ലോ, അതിനോടൊരു സൗകര്യം കൂടി ആയി. അതൊരു വലിയ ആശ്വാസം. പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാം ഒക്കെ സമാധാനമായ ഒരു അന്തരീക്ഷത്തിലെത്തിയല്ലോ. അപ്പൊ ഇനിയിപ്പോ ഒരു കുടുംബമൊക്കെ ആയിക്കൂടെ എന്നുള്ളതാണ്. ഇവരെല്ലാം വളരെ അതെ, എനിക്കൊരു അനിയനുണ്ടേ. നല്ല തങ്കപ്പെട്ട സ്വഭാവ. വലിയില്ല, കുടിയില്ല, ഇഷ്ടം പോലെ കാശുകൊണ്ട്, കാണാനും സുന്ദരൻ. നമുക്കൊന്ന് ആലോചിച്ചാലോ? പയ്യനെ വെളു പറഞ്ഞ ഗുണഗണങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല. അല്ല, പക്ഷെ കല്യാണം കഴിഞ്ഞാൽ കുട്ടിയുടെ അമ്മയ്ക്ക് സ്വന്തം ഒരു മകനെ കിട്ടും, അത് ഉറപ്പാ. ഒന്നാലോചിച്ചാലോ? അത് ഞാനിപ്പോൾ പെട്ടെന്ന് ഞായറാഴ്ച തക്കുട് വരില്ലേ അങ്ങോട്ട്? അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് വന്നാൽ അമ്മയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ല. അങ്ങനെ വേണം. Audience.